തൃശ്ശൂരിലും ഇടവിട്ട് ശക്തമായ മഴയുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജെയ്സൺ ചാവോളപ്പിൽ പരിയാരത്ത് നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ഇടവിട്ടാണ് മഴ പെയ്യുന്നത്, പക്ഷേ ചിലയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ജെയ്സൺ, നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടല്ലോ, എന്താ സംഭവം? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ചാലക്കുടിയാണ് സ്ഥലം. 2018 പ്രളയം മുക്കിക്കളഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായി ഒരു മഴ പെയ്താൽ അവിടെ നന്നായി വെള്ളം കയറുന്നൊരു സ്ഥലമാണ്. ചാലക്കുടി പുഴയുടെ നീരൊഴുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് മേഖലകളിൽ നിന്നുള്ള വലിയ തോതിലുള്ള വെള്ളം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പരിയാരത്താണ്. അതായത് ചാലക്കുടിക്കും അതുപോലെ തന്നെ അതിരപ്പള്ളിക്കും ഇടയിലുള്ള പരിയാരത്താണ്. ഇവിടെ ഏകദേശം 19ഓളം വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ഇന്നലെ രാത്രി നിന്ന് പെയ്യുകയായിരുന്നു. ഒരു ക്ഷീണമില്ലാത്ത രീതിയിൽ നന്നായി മഴ പെയ്തു. ആ ഒറ്റ മഴ കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീട്ടിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു. ഏകദേശം 19 വീടുകളെയും ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ നമ്മുടെ പഞ്ചായത്ത്. എപ്പോഴായിരുന്നു മഴ ശക്തമായത്? ഇന്നലെ ശക്തമായിട്ട് കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ട് മഴ പെയ്തിരുന്നു. നാട്ടിലും സാമാന്യ മഴയുണ്ടായിരുന്നു. വളരെ ആകസ്മികമായിട്ടാണ് ചാലക്കുടി പുഴയിലൊരു ഏകദേശം 6 അടിയോളം വെള്ളം ഉയർന്നത്. കാലത്തൊന്നും അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നലെ 2:30 ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു താമസക്കാരനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിജിലൻ്റാണ്, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. പെട്ടെന്നാണ് വെള്ളം കയറിയത്. ഇവിടെ 19 വീട്ടുകാരാണ് ഇവിടെ ഈ മംഗലം കോളനിയിൽ താമസക്കാരായിട്ട് ഈ മലവെള്ള ഭീഷണിയിൽ പെടുന്ന ആളുകൾ. അപ്പോൾ ഉടനെ തന്നെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് അച്ഛനൊക്കെ വിളിച്ച് പറഞ്ഞ് താക്കോല് വാങ്ങി അവരെ അവിടേക്ക് മാറ്റി. അവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇതൊരു പതിവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മംഗലം കോളനി എല്ലാ വർഷവും വെള്ളത്തിൽ മുങ്ങുന്നു. ഈ അരുൺകുമാർ, പ്രധാനമായുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ചാലക്കുടി ഈ പരിസരം, ചാലക്കുടി പുഴ, അതുപോലെ തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് മേഖലകളിൽ നിന്നൊക്കെ കനത്ത മഴ പെയ്യുമ്പോൾ അവിടെ നിന്നും അതിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചാലക്കുടി പുഴയിലൂടെ ഈ ചാലക്കുടി ടൗണിനെ സ്വാഭാവികമായി മുക്കിക്കളയുന്ന സ്ഥിതിയിലേക്കും പലപ്പോഴും അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മഴ ശക്തമായി കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ സൂചന ഇപ്പോൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ തരത്തിൽ ഈ പ്രധാനമായും മുങ്ങുന്ന ആദ്യ സ്ഥലം പരിയാരം പ്രദേശമാണ്. കാരണം ഒത്തിരി താഴ്ന്ന പ്രദേശമാണ് പരിയാരം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കയറുക, അത്തരത്തിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പോൾ വീടുകൾ 19ഓളം വീടുകൾ ഇവിടെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വീടുകളുടെ അകത്തേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഈ പരിസരത്തെ മുഴുവൻ വീടുകളിൽ ഏകദേശം ഈ ചെറിയ വഴികളാണ്. ഈ വഴികളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നാം വന്ന വഴികളിലൊക്കെ തന്നെ ചെറിയ തോതിൽ ചെറുതും വലുതുമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ഇപ്പോൾ പക്ഷേ രാവിലെ ഒരു അല്പം ശാന്തതയുണ്ട്. ഏകദേശം ഒരു 6-6:30 വരെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മഴയ്ക്ക് ഒരു അല്പം ശാന്തത വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള ആശ്വാസമുണ്ട്. പക്ഷേ മഴ നിൽക്കുന്ന വട്ടമൊന്നും കാണുന്നില്ല. മുകളിൽ നല്ല കാർമേഘങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും കൂടി മഴ പെയ്താൽ അത് അല്പം ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റുക എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തീരദേശങ്ങളിലും അതിശക്തമായ മഴ ലഭിക്കുന്നു. പ്രത്യേകിച്ച് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഷട്ടറിൻ്റെ ചെറിയ തോതിൽ തുറക്കാനുള്ള ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഷട്ടർ തുറക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. എങ്കിൽ പോലും മഴ ശക്തമാകുന്നത് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഈ കാഴ്ചകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാവോളപ്പിലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ജെയ്സൺ പറഞ്ഞതുപോലെ എല്ലാ മഴ അലേർട്ടുകളും ആദ്യം റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കും. ആ അലേർട്ടുകൾ അനുസരിച്ച് നിങ്ങൾ ഇരിക്കുക. പ്രത്യേകിച്ച് ചില പുഴകളിലൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നേക്കാം. അതുകൊണ്ട് പ്രേക്ഷകർ പരിഭ്രാന്തി വേണ്ടതില്ല. അലേർട്ടുകൾ ശ്രദ്ധിച്ച് ഇരിക്കുക. ഏതെങ്കിലും തരത്തിൽ പുഴയുടെ തീരത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ചാലക്കുടി പുഴ പോലെ, അതുപോലെ കുന്തിപ്പുഴ പോലെ, ചാലിയാറ് പോലെ, അച്ചൻകോവിലാറ് പോലെ പല പുഴകളും ഇപ്പോൾ തൊടുപുഴയാറ് പോലെ ഒക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ താഴ്ന്ന ഇടങ്ങളിൽ നിന്നുള്ളവർ ഒന്ന് സുരക്ഷിതമായി ബന്ധുക്കളിലെ വീടുകളിലേക്കൊക്കെ മാറുക, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക. ഇനി വരുന്ന ദിവസങ്ങളിലും കനത്ത മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസമെങ്കിലും നമ്മൾ കനത്ത മഴ പ്രതീക്ഷിക്കുകയും വേണം.